പുതിയൊരു ഷുവർ ക്വസ്റ്റ്യൻസിലേക്ക് എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഷുവർ ക്വസ്റ്റ്യൻ അല്ല ഞാൻ ഈ പറയുന്നത്. ഈ ഭാഗത്തുനിന്ന് പല പ്രാവശ്യം ചിത്രസഹിതം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മിസ്സാക്കി കളയണ്ട. നമ്മുടെ 6ാമത്തെ ചാപ്റ്ററിൽ മാംസ്യ നിർമ്മാണം എന്ന് പറഞ്ഞ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഉണ്ട്. വളരെ മനോഹരമായ ഒരു ടോപ്പിക്കാണ്. പക്ഷെ പല കുട്ടികളോട് ചോദിക്കുമ്പം ഇതറിയില്ല. അതൊരു ഭാരിച്ച സംഭവമായിട്ട് ഇങ്ങനെ കരുതി നടക്കുകയാണ്. നിങ്ങൾ അതിൻ്റെ ഹെഡിങ് ആയിട്ട് കാണുന്നത് എന്താ വെച്ചാൽ ജീനുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ, അതാണ് അതിൻ്റെ ഹെഡിങ്. നമ്മൾ DNA ഒക്കെ കഴിഞ്ഞിട്ട് അല്ലേ, അതായത് ഹൗ ഡു ജീൻ ആക്ട് അല്ലേ, ജീൻ എങ്ങനെ പ്രവർത്തിക്കുന്നു അതാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരാം. നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് മാംസ്യ നിർമ്മാണം, പ്രോട്ടീൻ സിന്തസിസ്. ഞാൻ പറയാം. എടാ, നമുക്ക് ഓരോ കലാപരിപാടി നടത്താനും ഓടാനും ചാടാനും എല്ലാ സകലമാന പണികളും നടത്താനും നമുക്ക് എന്ത് വേണം? എനർജി വേണം. വേണ്ടേ? എനർജി വേണം. ഓക്കെ, ഈ എനർജി നമുക്ക് എവിടുന്നാ കിട്ടുക? നമ്മുടെ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ്, മെറ്റബോളിസം നടക്കുമ്പോഴാണ് നമുക്ക് എനർജി കിട്ടുക. അപ്പം മാഷെ, എന്താണ് മെറ്റബോളിസം, എന്താണ് ഉപാപചയം? സിമ്പിളാണ്. എൻ്റെ ബോഡിയിലെ എല്ലാ 37 ട്രില്യൺ കോശം നമ്മുടെ ബോഡിയിൽ എത്രയാണ്? 37 ട്രില്യൺ എന്ന് പറഞ്ഞാൽ എത്രയെന്ന് അറിയാം നിങ്ങൾക്ക്? 37 കഴിഞ്ഞിട്ട് ഒരു 12 പൂജ്യം ഇട്ടാൽ മതി. അത്രയും സെല്ലുണ്ട് നമ്മുടെ ബോഡിയിൽ. ആ സെല്ലൊക്കെ ലിവിങ് സെല്ലാണെങ്കിൽ ആ സെല്ലിലൊക്കെ എന്ത് നടക്കുന്നുണ്ടാവും? കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ടാവും, രാസപ്രവർത്തനം നടക്കുന്നുണ്ടാവും. ഈ രാസപ്രവർത്തനത്തിന്റെ ഓൾ ഓവർ വിളിക്കുന്ന പേരാണ് ഉപാപചയം അല്ലെങ്കിൽ മെറ്റബോളിസം എന്ന് വിളിക്കും. അപ്പൊ ഈ മെറ്റബോളിസം നടന്നാലേ നമുക്ക് എനർജി കിട്ടുള്ളൂ. ഇനി ഈ മെറ്റബോളിസം എന്ന് പറഞ്ഞ ഈ രാസപ്രവർത്തനം ഉണ്ടല്ലോ, അത് നടക്കണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ അവിഭാജ്യമായിട്ട് വേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എന്ത്? മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ. അങ്ങനെ ഈ പ്രോട്ടീൻ എങ്ങനെ നിർമ്മിക്കുന്നതാണ് നമ്മൾ പറയാൻ പോണത്. റെഡിയല്ലേ നിങ്ങൾ? അപ്പം മാംസ്യ നിർമ്മാണം എങ്ങനെ നടക്കും, പ്രോട്ടീൻ എങ്ങനെ നിർമ്മിക്കും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? യെസ്. സാറ് പറയുന്നത് ഒരു കഥ പോലെ അങ്ങ് പറയും, ശ്രദ്ധിച്ചിരുന്നാൽ മതി നിങ്ങൾ. ഓക്കെ അല്ലേ? യെസ്, റെഡി. ഇവിടെ കണ്ടോ നിങ്ങൾ? ബ്ലാങ്ക് സ്ലൈഡാ. ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ എങ്ങനെ വട്ടത്തിൽ എന്ത് വരച്ചു? ഒരു സെല്ല് വരച്ചു. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാം, സെല്ലിൻ്റെ ഉള്ളിൽ ആരുണ്ടാവൂടാ? ആരുണ്ടാവും സെല്ലിൻ്റെ ഉള്ളിൽ? യെസ്, ന്യൂക്ലിയസ് ഉണ്ടാവും, മർമ്മം ഉണ്ടാവും, ന്യൂക്ലിയസ്. നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചോ? ലിസൺ. അപ്പൊ ഇയാൾ ആരാണ്? ഇയാളാണ് കോശം, അതായത് സെല്ല്. ഇയാൾ ആരാണ്? ഇയാളാണ് മർമ്മം, അതായത് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് വിളിക്കും. ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ആരുള്ളത്? DNA ഉള്ളത്. നമുക്കറിയില്ല, ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് DNA കിടക്കേണ്ടത്. നമ്മളെ എല്ലാ സ്വഭാവങ്ങളും നിർണ്ണയിക്കുന്ന ജീനൊക്കെ കിടക്കുന്നത് DNA ഉള്ളിലാണ് അല്ലേ? ഞാൻ വെളുക്കാനുള്ള കാരണം, ഞാൻ വെളുത്തിട്ടാ അല്ലേ, കറുത്തിട്ടോ? അപ്പൊ ഏതാവട്ടെ, ഞാൻ വെളുത്തതായിക്കോട്ടെ, ഞാൻ കറുത്തതായിക്കോട്ടെ, എൻ്റെ ഹൈറ്റ് ആയിക്കോട്ടെ, എൻ്റെ മൂക്കിന്റെ ആകൃതി ആയിക്കോട്ടെ, എൻ്റെ വായിൽ ഉമിനീര് ഉൽപ്പാദിപ്പിച്ചോട്ടെ, എന്ത് സംഗതി ആയിക്കോട്ടെ, എല്ലാം അണ്ടർ ദ കൺട്രോൾ ഓഫ് ജീൻ. ജീനിന്റെ അണ്ടറിലാണ്. അപ്പൊ ജീൻ എവിടെ നടക്കുന്നത്? ജീൻ എവിടെയുള്ളത്? ജീന് DNA ഉള്ളിലാണുള്ളത്. DNA എവിടെയുള്ളത്? ന്യൂക്ലിയസിന്റെ ഉള്ളിലാണുള്ളത്. ന്യൂക്ലിയസ് എവിടെയുള്ളത്? കോശത്തിന്റെ ഉള്ളിലാണുള്ളത്. അപ്പൊ എന്താ? ഇതാണ് കോശം, സെല്ല്. അതിൻ്റെ ഉള്ളിൽ ആരുണ്ട്? മർമ്മണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ആരുണ്ടാവും? നമ്മുടെ രാജാവായ ആരുണ്ടാവും? യെസ്, നമ്മുടെ DNA ഉണ്ടാവും. ഇതാണ് DNA കൊടുത്തു. DNA. ഇനി എന്താ നമ്മളെ അവസാന ലക്ഷ്യം എന്താണ്? പ്രോട്ടീൻ നിർമ്മിക്കണം. പ്രോട്ടീൻ നിർമ്മിച്ചാലേ ഉപാപചയം നടക്കുള്ളൂ, മെറ്റബോളിസം നടക്കുള്ളൂ. മെറ്റബോളിസം നടന്നാലേ എൻ്റെ ബോഡിയിൽ എനർജി ഉണ്ടാവുള്ളൂ. എനർജി ഉണ്ടായാലേ എനിക്ക് ചാടാനും ഓടാനും എല്ലാ കലാപരിപാടിയും നടത്താൻ പറ്റുള്ളൂ. എനി ആക്ടിവിറ്റീസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് എനർജിയാണ്. എനർജി കിട്ടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു പനി വന്നാലൊക്കെ നമ്മൾ തളർന്നു പോകില്ലേ? എനർജി ഇല്ലാത്തതുകൊണ്ടാ, മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ടാ. മനസ്സിലാകുന്നുണ്ട് പറഞ്ഞത്? അപ്പം നമ്മളെ വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെ പ്രോട്ടീൻ ഉണ്ടാക്കുന്നു കേട്ടോ. നമ്മളെ പേരേല് രാജാവാരാ? ആരാ? നമ്മളെ വാപ്പല്ലേ, നമ്മുടെ ഉപ്പല്ലേ, നമ്മുടെ അച്ഛനല്ലേ? അച്ഛൻ അറിയാതെ ഒരു പണി നടക്കുമോ? അതേപോലെ ഒരു അച്ഛൻ്റെ റോളാണ് കോശത്തിൻ്റെ ഉള്ളിലുള്ള ആരുടെ റോള്? DNA റോള്. DNA പറയാതെ ഒരു പണി നടക്കൂലോ സെല്ലിൻ്റെ ഉള്ളിൽ. ഒരു പണി നടക്കൂല അല്ലേ? അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം. DNA പണിയാണ്. ഇവിടെ നോക്ക്, നമ്മൾ സെല്ലിൻ്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാരെ പഠിച്ചിട്ടുണ്ടല്ലോ 8ാം ക്ലാസ്സിൽ. മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, റൈബോസോം, വാക്യൂള്, അങ്ങനെ നിരവധി ആൾക്കാരെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നും വേണ്ട, നമുക്ക് ആരെ മാത്രം മതി? റൈബോസോമിനെ മതി. റൈബോസോം എങ്ങനെയാണ് എവിടെ കിടക്കണത്? ഇതിൻ്റെ ഉള്ളിൽ കിടക്കേണ്ടതാ. ഇതാണ് റൈബോസോം. എവിടെ കിടക്കണത്? ഒരു ബർഗർ പോലെയാണ്, ഒന്നിനും മുകളിൽ ഒന്നായി ഇങ്ങനെ അട്ടിക്കച്ച പോലെയാണുള്ളത്. ഇയാളെ പേരാണ് റൈബോസോം. ഈ റൈബോസോമിന്റെ പണി എന്താണെന്നറിയോ? ഇയാളെ പണിയാണ് പ്രോട്ടീൻ നിർമ്മിക്കൽ. പക്ഷെ അയാൾ ഒറ്റയടിക്ക് വന്നാണ് പണിയെടുക്കില്ല. മോളിൽ നിന്ന് ഇയാൾ നിർദ്ദേശം പറയും. ഇയാളാണ് രാജാവ്.
ഈ സെല്ലിനുള്ളത് രാജാവ് ഇയാളാണ്. അപ്പൊ ഇയാളെ നിർദ്ദേശമാണ്. അപ്പൊ എങ്ങനെ നിർദ്ദേശം വരിക? ഒരു രാജാവ് നേരിട്ട് പോയി ഒരു ദൂതനോട് അല്ലെങ്കിൽ ഒരു പ്രജനോട് പോയി പറയോ? ഒരു ദൂതനെ പറഞ്ഞേക്കില്ല ചെയ്യുക. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നിർബന്ധമായിട്ട് ഇപ്പൊ ഉണ്ടാവേണ്ട എന്താ? പ്രോട്ടീൻ അല്ലേ. അപ്പൊ പ്രോട്ടീൻ നിർമ്മിക്കാൻ ഒരു നിർദ്ദേശം കൊടുക്കണം. ആരെടുത്തുനിന്ന്? ഈ DNA അടുത്തുനിന്ന്. ആർക്ക്? റൈബോസോമിന്. അപ്പൊ എങ്ങനെ ഇയാൾ ഇങ്ങോട്ട് വരിക? അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാല് കേട്ടോ, നമ്മളെ ഈ DNA ബോഡിയിൽ നിന്ന് ഒരു കഷ്ണാട് പൊട്ടും. ഒരു കഷ്ണാട് പൊട്ടും. കഷ്ണം പൊട്ടിയിട്ട് ആ കഷ്ണം എന്ത് ചെയ്യുന്ന അറിയോ? ഒറ്റ കഷ്ണായേ ആ കഷ്ണം നേരെ ന്യൂക്ലിയസ് മറികടന്ന് ഇവിടെ എത്തി, നമ്മുടെ റൈബോസോമിന്റെ അടുത്തെത്തി. നമുക്കറിയാം DNA എന്നൊരു കഷ്ണം പൊട്ടിക്കഴിഞ്ഞാൽ അത് സിംഗിൾ സ്റ്റാൻഡ് ആയില്ലേ? സിംഗിൾ സ്റ്റാൻഡ് ആണെങ്കിൽ അതിനെന്താ വിളിക്കുക? RNA എന്നല്ലേ വിളിക്കുക. അപ്പോൾ DNA ഡബിൾ സ്റ്റാൻഡ് ആണ്, എന്നാലോ RNA സിംഗിൾ സ്റ്റാൻഡ്. അപ്പൊ ഇയാൾ ആരാണ്? ഒരു RNA ആണ്. എന്തുമായിട്ടപ്പോൾ ഇയാൾ വന്നത്? DNA ഒരു നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. ആരടുത്ത്? RNA അടുത്ത്. എന്ത്? പെട്ടെന്ന് റൈബോസോമെ എന്തുണ്ടാക്കണം? പ്രോട്ടീൻ ഉണ്ടാക്കണം. അപ്പൊ ആ നിർദ്ദേശവുമായിട്ട് പറയാൻ വേണ്ടി വന്നാണ് ഈ RNA ആരടുത്തേക്ക്? റൈബോസോമിന്റെ അടുത്ത്. അങ്ങനെ റൈബോസോമിനോട് കാര്യം പറഞ്ഞു. റൈബോസോം എന്നോട് പറഞ്ഞിരിക്കണേ നമ്മളെ DNA എന്തുണ്ടാക്കാന്? പ്രോട്ടീൻ ഉണ്ടാക്കാന്. ആയിക്കോട്ടെ, ഉണ്ടാക്കുക. ഉടനെ മറുപടി കൊടുത്താല് റൈബോസോം. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായില്ലേ? ഈ RNA പണി എന്ന് പറഞ്ഞാൽ DNA എന്ന് സന്ദേശങ്ങളുമായിട്ട് മെസ്സേജുമായിട്ട് വരലല്ലേ ആരടുത്തേക്ക്? റൈബോസോമിന്റെ അടുത്തേക്ക്. അതുകൊണ്ട് ഈ RNA നമ്മൾ വിളിക്കുന്ന പേരാണ് mRNA. പരീക്ഷയ്ക്ക് ചോദിക്കും ആരാണ് ഈ mRNA അല്ലേ? അപ്പൊ ഞാനിവിടെ mRNA കൊടുത്തു. mRNA ശരിയല്ലേ? അങ്ങനെ mRNA നിർദ്ദേശം ആരോട് പറഞ്ഞു? നമ്മുടെ റൈബോസോം. അപ്പൊ റൈബോസോം കൊടുത്ത പാടെ പറയാണ് ആയിക്കോട്ടെ, എന്റെ പണി എന്തെന്നല്ലേ അല്ലെ, പ്രോട്ടീൻ നിർമ്മിക്കലല്ലേ. പക്ഷേ ഒരു ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? അപ്പൊ ഒന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബിരിയാണിക്കുള്ള സാധനം കൊണ്ടുവരണ്ടേ? അപ്പൊ അതേപോലെ തന്നെ റൈബോസോം പറയാണ് ആയിക്കോട്ടെ, ഞാൻ ഉണ്ടാക്കും, പ്രോട്ടീൻ ഉണ്ടാക്കും, പക്ഷെ എനിക്ക് പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള സാധനം വേണം. അപ്പൊ പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള സാധനം എന്താടാ? അമിനോ ആസിഡാണ്. അമിനോ ആസിഡ് കിടത്തണം. അപ്പൊ അടുത്തൊരു RNA ഇങ്ങോട്ട് വരികയാണ്. RNA എന്തുമായിട്ട് വരുന്നത് അറിയോ? അമിനോ ആസിഡുമായിട്ട് വരുന്നത്. അമിനോ ആസിഡ്. അപ്പോൾ ഈ ഒരു റൈബോസോമിന്റെ അടുത്തേക്ക് അമിനോ ആസിഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന RNA ആണ് ഇയാള്. അപ്പൊ ഇവിടേക്ക് അമിനോ ആസിഡ് എത്തിയേ. ഇവിടേക്ക് ആരെത്തി? നിരവധി അമിനോ ആസിഡ് എത്തി. ഇതിൻ്റെ അടുത്ത് കണ്ടാ കുറേ അമിനോ ആസിഡ് എത്തി. ഇതിൻ്റെ അടുത്തേക്ക് മൊത്തം കുറേ നിരവധി അമിനോ ആസിഡ് എത്തി. റെഡി അല്ലേ? സംശയമില്ല. അങ്ങനെ അമിനോ ആസിഡ് എത്തി, സെറ്റാണ്. അപ്പൊ അമിനോ ആസിഡ് കൊടുക്കുന്നത് ആരാ? ഈ RNA അല്ലേ? അതുകൊണ്ട് ഈ RNA നമ്മൾ ട്രാൻസ്ഫർ RNA എന്ന് വിളിക്കും. ട്രാൻസ്ഫർ RNA, tRNA. ഇപ്പൊ 2 RNA ആയി. മെസ്സേജ് ആയിട്ട് വന്ന ആള് mRNA. tRNA പണി എന്താ? അമിനോ ആസിഡ് ട്രാൻസ്ഫർ ചെയ്തു. ഇനി അടുത്തത് ഇയാൾ മഹാപരിപ്പിക്കലാണ് റൈബോസോം പിന്നെയും പറയാണ് ആയിക്കോട്ടെ, ഇപ്പൊ അമിനോ ആസിഡ് എത്തി, ഇനി ഇന്നെ സഹായിക്കാൻ നിങ്ങൾ ഒരു RNA കൂടി സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് ചങ്ങായി വളിപ്പ് വർത്താനം പറയണം ആവശ്യമില്ലാതെ. എങ്ങനെയെങ്കിലും തീരുമാനമാക്കാൻ നോക്കാറില്ലാതെ. അപ്പൊ അടുത്ത ഒരു RNA വരികയാണ്. ഇങ്ങോട്ട് അടുത്തൊരു RNA വരിക. എന്തിനാണെന്നറിയോ? ഈ റൈബോസോമിനെ സഹായിക്കാൻ. അങ്ങനെ റൈബോസോമിനെ സഹായിക്കാൻ വരുന്ന RNA ആയതുകൊണ്ട് നമ്മൾ RNA എന്ന് വിളിക്കും. റൈബോസോമൽ RNA. അങ്ങനെ ഈ റൈബോസോമൽ RNAയും ഈ റൈബോസോമും കൂടി ചേർന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന എല്ലാ അമിനോ ആസിഡിനെയും കൂട്ടി യോജിപ്പിച്ച് എന്തുണ്ടാക്കി? പ്രോട്ടീൻ നിർമ്മിച്ചു. പ്രോട്ടീൻ നിർമ്മിക്കൽ കഴിഞ്ഞു. ഇനി പ്രോട്ടീൻ നിർമ്മിച്ചാൽ എന്താ മെച്ചം? മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കും, ഉപാപചയം പ്രോപ്പറായിട്ട് നടക്കും. ഉപാപചയം പ്രോപ്പറായിട്ട് നടന്നാലോ ഊർജ്ജം ഉണ്ടാവും. ഊർജ്ജം ഉണ്ടായാലും എന്താ? എല്ലാ കലാപരിപാടിയും നമുക്ക് നടത്താം. ഓടിയ ചാടി എന്താ ചെയ്യുക. അപ്പൊ ഈ ടോപ്പിക് വെരി 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 ഇമ്പോർട്ടൻ്റാ. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടതെന്നറിയോ? mRNA പണി എന്താന്ന് പഠിക്കണം. എന്താ mRNA പണി? DNA-യിൽ നിന്ന് മെസ്സേജുമായിട്ട് റൈബോസോമിന്റെ അടുത്തേക്ക് എത്തുന്ന ആള്. ദ ക്യാരീസ് മെസ്സേജ് ഫ്രം DNA ടു റൈബോസോം. ഇനി അടുത്തതാരാ? tRNA അല്ലേ? tRNA പണി എന്താ? ട്രാൻസ്ഫർ അമിനോ ആസിഡ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ അമിനോ ആസിഡ് എന്ത് ചെയ്യുക? എത്തിക്കുക. ഇനി അടുത്ത എന്താണ്? RNA ആണ്. എന്താ RNA പണിയടാ? ആക്ട് അലോങ് വിത്ത് റൈബോസോമിനെ സഹായിക്കുക, അവരെ കൂടെ നിൽക്കുക, പ്രവർത്തിക്കുക. ദാറ്റ്സ് ഓൾ. ഇതാണ് പ്രോട്ടീൻ സിന്തസിസ്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ കാണാം. ബൈ.